നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും സന്തോഷം. ഉറപ്പായും ഇനിയും നിങ്ങൾ ഇതേപോലെ കൂടെ കാണണേ. സ്വന്തം മിത്ര. കല്യാണ കച്ചേരി. തീവണ്ടി പായണതുപോലെ എങ്ങോട്ടടി പോകുന്നത്? പതിയെ പോയാലും കാവും ദൈവങ്ങളും എല്ലാവരും അവിടെ ഉണ്ടാകും. കാർത്തിക് അത് പറഞ്ഞതും ഭൂമി സാവധാനം കാവിലേക്ക് നടന്നു. ഭൂമിക്ക് പിന്നാലെ കാർത്തിക് നടക്കുന്നത് കണ്ട് അവളൊരു സംശയത്തോടെ അവനെ നോക്കി. സാർ എന്തിനാ വീണ്ടും വരുന്നേ? സാർ ഒരിക്കൽ തൊഴുതല്ലേ? വീണ്ടും ഒരിക്കൽ കൂടി തൊഴുതാൽ ദൈവങ്ങൾ കോപിക്കത്തൊന്നുമില്ലല്ലോ. അതും പറഞ്ഞുകൊണ്ട് ഭൂമിക്കൊപ്പം മുൻപോട്ട് നടന്ന് കാർത്തി. ത്രിസന്ധ്യ നേരത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും വരരുത് കാവിലേക്ക്. ഭൂമിയോട് ചെറിയൊരു ഉപദേശം പോലെ കാർത്തി പറഞ്ഞു. അതെന്താ വന്നാൽ? അവൾക്ക് സംശയമേറി. കൂടുതൽ ചോദ്യവും പറച്ചിലും ഒന്നും ഇങ്ങോട്ട് വേണ്ട, പറയുന്നത് കേട്ടാൽ മതി. തീർപ്പ് പോലെ കാർത്തി പറഞ്ഞു. അവൻ്റെ മറുപടി കേട്ടതും ഭൂമിയുടെ മുഖം വീർത്തു. എന്നിട്ടൊരു കൊട്ടക്കലം കണക്കെയായി. ത്രിസന്ധ്യ നേരത്ത് ഇഴജന്തുക്കൾ ഇറങ്ങുന്ന സമയമാണ്. ഭൂമിയോടായി കാർത്തി പറഞ്ഞു. എന്നിട്ടാണോ ഇന്നലെ എന്നെ ഒറ്റയ്ക്കിങ്ങോട്ടേക്ക് വിട്ടത്? അത് പറയുമ്പോൾ ഭൂമിയുടെ വാക്കുകളിൽ മുഴിച്ചു നിന്നു. അത്രയും പരിഭവമായിരുന്നു. ഇന്നലെ കാർത്തി അവളെ കാവിലേക്ക് തനിയെ വിട്ടതിൻ്റെ പരിഭവം. അതിൻ്റെ പിന്നാലെ തന്നെ ഞാനും വന്നല്ലോ. കാർത്തി മറുപടി കൊടുത്തു. അത് മഴ പെയ്തപ്പോൾ കുടയും കൊണ്ട് വന്നതല്ലേ? ആ, മഴ പെയ്തില്ലായിരുന്നെങ്കിലും ഞാൻ വന്നേനെ. പെട്ടെന്ന് കാർത്തി അത് പറഞ്ഞതും വിശ്വാസം വരാത്ത പോലെ അവനെ തന്നെ നോക്കി നിൽക്കുവാണ് ഭൂമി. സാറിന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല. ചില നേരം സ്നേഹം, ചിലപ്പോൾ ദേഷ്യം. എൻ്റെ കുട്ടി തൽക്കാലം ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്നും കേട്ട എൻ്റെ കുട്ടിയെന്ന വാക്കിൽ തറച്ചു നിൽക്കുവാണ് ഭൂമി. കാവിൽ തൊഴുത് തിരിച്ചു വരികയാണ് ഭൂമിയും കാർത്തിയും. ഇന്നത്തെ കമ്പയിൻ സ്റ്റഡി കഴിഞ്ഞോ? പതിവ് പോലെ കമ്പയിൻ സ്റ്റഡിക്ക് അല്പം സ്ട്രെസ് കൊടുത്തുകൊണ്ട് കാർത്തി ചോദിച്ചതും അവൾ ചെറുതായി ഒന്ന് പതറിപ്പോയി. കമ്പയിൻ സ്റ്റഡിയൊക്കെ കഴിഞ്ഞു. ചെറിയ വിക്കലോടെ ഭൂമി പറഞ്ഞു. ആട്ടെ, ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു? അവൻ്റെ ആ ചോദ്യത്തിൽ ആകപ്പാടെ കുഴഞ്ഞു പോയി അവൾ. എല്ലാം പഠിച്ചു. അവനെ നോക്കി ഒരു അവിഞ്ഞ ചിരിച്ചിരിച്ചുകൊണ്ട് ഭൂമി തുടർന്നു. ആഹാ, അപ്പോൾ ഇനി എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ മതിയല്ലേ? പോയി പഠിച്ച കാര്യങ്ങൾ വൈകിട്ട് റൂമിൽ വരുമ്പോൾ എനിക്കൊന്ന് കാണണം. അത് പറഞ്ഞപ്പോൾ കാർത്തിയുടെ ശബ്ദത്തിന് പതിവില്ലാത്ത വിധം ഒരു കനം. ഞാൻ പറഞ്ഞ സത്യ. കാർത്തി അവൾ പറഞ്ഞത് വിശ്വസിക്കാത്തതുപോലെ അവൾക്ക് തോന്നിയതുകൊണ്ട് അവനെ വിശ്വസിപ്പിക്കാനായി ഭൂമി വീണ്ടും പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ നീ പറഞ്ഞ കള്ളമാണെന്ന്. പറഞ്ഞോ? ഇല്ല. വീട്ടിലേക്ക് നടക്ക്. കാർത്തി അത് പറഞ്ഞപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ ഒരു പഞ്ചാരി മേളം നടക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഉറപ്പായും കമ്പയിൻ സ്റ്റഡിക്ക് പഠിച്ചത് എന്താണെന്ന് അവൻ ചോദിക്കും. വേണ്ടി വന്നാൽ പരീക്ഷയിടും. അതുകൊണ്ട് തന്നെ വീട്ടിൽ അവന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം പഠിക്കാൻ വേണ്ടി മുകളിലേക്ക് പോകാതെ അടുക്കളയിൽ സുഭദ്രയുടെ സാരിത്തുമ്പിൽ പറ്റിപ്പിടിച്ച് നിൽക്കുവാണ് ഭൂമി. ഇന്ന് വൈകിട്ട് എന്താ അമ്മേ? ചപ്പാത്തിയും ചിക്കനും. മോൾക്ക് വേറെന്തെങ്കിലും വേണോ? വേണ്ട. എങ്കിൽ ചപ്പാത്തി ഞാൻ പരത്തട്ടെ. ഭൂമി അങ്ങനെ ചോദിച്ചതും സുഭദ്ര അവളെ സംശയത്തോടെ നോക്കി. എന്തു പറ്റി? കുറേ നേരമായിട്ട് ഇവിടെ ചുറ്റിത്തിരിയുന്നുണ്ടല്ലോ. എന്താ കാര്യം? സുഭദ്രയുടെ ചോദ്യം കേട്ടതും ഭൂമി ഒന്ന് ചമ്മിച്ചിരിച്ചു. ഏയ്, ഒന്നുമില്ലമ്മേ. ഞാൻ വെറുതെ അമ്മയെ സഹായിക്കാൻ. ഭദ്രേ, ഭദ്രേ. പെട്ടെന്നാണ് കാർത്തിക്കിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടത്. ആരാണ് ഭദ്ര? സുഭദ്ര ഒരു സംശയത്തോടെ ഭൂമിയെ നോക്കി. അവരുടെ ചുണ്ടിൽ ഒളിച്ചിരുന്ന കള്ളച്ചിരി ആ വെപ്രാളത്തിനിടയിൽ ഭൂമി കണ്ടിരുന്നില്ല. ഞാനാ. ഭൂമി നെഞ്ചിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തി പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഭദ്രയെ കാർത്തി ഇപ്പോൾ എന്തിനാ വിളിക്കുന്നേ? എന്ത് കുരുത്തക്കേട് ഒപ്പിച്ചിട്ടാ ഇവിടെ വന്നിങ്ങനെ താളം ചവിട്ടി നിൽക്കുന്നേ? സുഭദ്ര ഒരു പ്രത്യേക താളത്തിലായിരുന്നു അത് അവളോട് ചോദിച്ചത്. ഞാനൊന്നും ചെയ്തില്ലമ്മേ, ഒരു കള്ളച്ചിരിയോടെ ഭൂമി പറഞ്ഞു. അപ്പോഴേക്കും കാർത്തി അടുക്കളയിലേക്ക് വന്നിരുന്നു. വാ. വേറൊന്നും പറയാതെ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് അവരുടെ മുറിയിലേക്ക് നടന്നിരുന്നു കാർത്തി. ഒരു ചെറുചിരിയോടെ
അവരുടെ ആ പോക്ക് നോക്കി സുഭദ്ര നിന്നു. സാർ ഇതെന്തായി കാണിക്കുന്നേ? എൻ്റെ കയ്യിൽ നിന്ന് വിട്ടേ. കാർത്തിക്കിൻ്റെ കൈ കുടഞ്ഞെറിയാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടാണ് ഭൂമി പറയുന്നത്. പക്ഷേ അവന് യാതൊരു കുലുക്കവുമില്ല. ഭൂമിയെ മുറിയിൽ കയറ്റി വാതിലടിച്ച് കുറ്റിയിട്ട ശേഷമാണ് അവൻ അവളുടെ കൈ മോചിപ്പിച്ചത്. ഇനി പറ, നീ എന്തിനാ സുമിയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്? ഇട്ടിരുന്ന ഷർട്ടിൻ്റെ കൈകൾ രണ്ടും മുകളിലേക്ക് തെരുത്ത് കയറ്റി വെച്ചുകൊണ്ട് കാർത്തി മുന്നോട്ട് നടക്കുന്നതിനോടൊപ്പം തന്നെ ഭൂമി അറിയാതെ പിന്നോട്ട് പോയി. അത് ഭൂമി എന്തോ പറയാനായി തുടങ്ങുന്നത് കണ്ട് അവന് മനസ്സിലായി അവൾ എന്തോ പുതിയ കള്ളത്തരം പറയാനുള്ള പ്ലാനിങ്ങിലാണെന്ന്. ഭൂമി, ഞാനൊരു കാര്യം പറയാം. വീണ്ടും എന്നോട് കള്ളം പറയാനാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം നീ കാണും. എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്നോട് ആരെങ്കിലും കള്ളം പറയുന്നത്. പെട്ടെന്ന് കാർത്തി അങ്ങനെ പറഞ്ഞതും അത് കേൾക്കെ ഭൂമിയുടെ മുഖം മാറി. സർ, ഞാൻ... പിന്നെയും ഒരു ചെറു ചിരിയോടെ ഭൂമി എന്തോ പറയാൻ തുടങ്ങിയതും കാർത്തി അവളെ രൂക്ഷമായി ഒന്ന് താക്കിയതെന്നു. ഒന്ന് നോക്കിക്കൊണ്ട്, ഞാൻ ഈ സത്യം പറയാം. ഒടുക്കം തോൽവി സമ്മതിച്ചവളെപ്പോലെ ഭൂമി പറഞ്ഞു. സാറ് കൈമാറ്റ്. ഇതിനോടകം തന്നെ പിന്നോട്ട് പോകാൻ വഴിയില്ലാതെ ഭിത്തിയിൽ തട്ടി നിൽക്കുകയാണ് ഭൂമി. കാർത്തിക്കിൻ്റെ ഇരു കൈകളും അവൾക്ക് ഇരുവശത്തായി അവളെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കൈ മാറ്റുന്നില്ല. ഇതിനുള്ളിൽ നിന്നുകൊണ്ട് നീ പറഞ്ഞാൽ മതി. പെട്ടെന്നാണ് കാർത്തിയുടെ ഫോൺ റിങ് ചെയ്തത്. ഒരു വേള അവൻ്റെ ശ്രദ്ധ അവിടേക്ക് പോയി. ആ സമയം ഭൂമി റൂമിന് വെളിയിലേക്ക് ഓടിയിറങ്ങി. കാർത്തി ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ പിന്നാലെ ഓടി. ഭൂമി ഓടിച്ചെന്ന് ലിവിംഗ് റൂമിലിരിക്കുന്ന സുഭദ്രയുടെയും ബാലചന്ദ്രൻ്റെയും നടുവിലേക്കിരുന്നു. അവളെ നന്നായി അണയ്ക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. എന്തു പറ്റി മോളെ? എന്താ ഇങ്ങനെ ഓടിക്കതിച്ചു വന്നത്? സുഭദ്ര അവളോട് കാര്യം തിരക്കി. അത് സാർ എന്നെ... അവൾ അത്രയും പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കാർത്തിയും അവൾക്ക് പിന്നാലെ ഓടി താഴേക്ക് വന്നു. പെട്ടെന്ന് അവൻ താഴേക്ക് വന്നതും സുഭദ്രയുടെയും ബാലേന്ദ്രൻ്റെയും നോട്ടം അവനിലേക്കായി. അവരിരുവരുടെയും മുഖത്ത് ഒരു കള്ളച്ചിരിയുണ്ട്. കാർത്തിയാണെങ്കിൽ ആകെ ചമ്മി. അതിൻ്റെ ദേഷ്യത്തിൽ അവൻ ഭൂമിയെ നോക്കുന്നുമുണ്ട്. ഭൂമിയാണെങ്കിൽ കാർത്തി ദേഷ്യപ്പെടുന്നത് അവൻ്റെ കണ്ണു വെട്ടിച്ച് താൻ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതിൻ്റെ പേരിലാണെന്ന് കരുതിയിരുന്നു. എന്തായാലും രണ്ടാളും താഴേക്ക് വന്നതല്ലേ. കാർത്തി വാ, വന്നിവിടെ ഇരിക്കുക. സുഭദ്ര പറഞ്ഞുകൊണ്ട് കാർത്തിയെ കൈകാട്ടി വിളിച്ചു. കാർത്തിയും ഭൂമിയും കാര്യം എന്താണെന്നറിയാതെ പരസ്പരം നോക്കി. സുഭദ്ര ബാലേന്ദ്രനെ കണ്ണു കാണിച്ചു. ബാലേന്ദ്രനാണ് പറഞ്ഞു തുടങ്ങിയത്. നാളെ രാവിലെ ഞാനും നിൻ്റെ അമ്മയും കൂടി ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. എവിടേക്കാച്ചാ? കാർത്തി അച്ഛനെ നോക്കി. എന്തായാലും യാത്ര പോവല്ലേ, ഞങ്ങൾ കൂടി വരട്ടെ? ഭൂമി ചാടിക്കയറി ചോദിച്ചു. അപ്പോൾ പിന്നെ സൗകര്യമായല്ലോ. കോളേജിലും പോകണ്ട, പഠിക്കുകയും വേണ്ട, കലോത്സവത്തിൻ്റെ പ്രാക്ടീസും വേണ്ട, ഒന്നും വേണ്ട. ഓ, ഇങ്ങനൊരു മടിച്ചി. കാർത്തി തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് പറയുന്നത് കേട്ട് സുഭദ്രയും ബാലേന്ദ്രനും ഉറക്കെ ചിരിച്ചു. എല്ലാവരും ചേർന്ന് എന്നെ കളിയാക്കിക്കോ. കള്ള പരിഭവത്തിൽ ചുണ്ടുപിളർത്തി ഭൂമി പറഞ്ഞു. അമ്മയച്ഛനും ഇത്തവണ എങ്ങോട്ടേക്കാണ് പോകുന്നത്? മൂന്നാർ. മറുപടി പറഞ്ഞത് സുഭദ്രയാണ്. സുഭദ്രയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് മൂന്നാർ. ഇടയ്ക്കൊക്കെ ബാലചന്ദ്രൻ ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 മാസത്തോളം വിദേശ രാജ്യങ്ങളിൽ ചിലവഴിക്കുന്നത് സാധാരണമാണ്. ആ സമയങ്ങളിലൊക്കെ ബാലേന്ദ്രൻ തിരികെ വന്നു കഴിഞ്ഞ് സുഭദ്രയും ബാലേന്ദ്രനും മാത്രമായി എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകാറുള്ളത് ഒരു പതിവാണ്. നാളെ എപ്പോൾ ഇറങ്ങാനാ അമ്മയുടെയൊക്കെ പ്ലാന്? ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ പോകും. ദേവകി വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും. ഭൂമി മോൾക്ക് ക്ലാസ് ഇല്ലായിരുന്നെങ്കിൽ മോളെ കൂടെ കൊണ്ടുപോകാമായിരുന്നു, അല്ലേ ബാലേട്ടാ? വെറുതെ കാർത്തിക്കിനെ ദേഷ്യം പിടിപ്പിക്കാനായി സുഭദ്ര പറഞ്ഞു. കണ്ണ, ഞങ്ങൾ വരുന്നതുവരെ മോളെ നന്നായി നോക്കണം, കേട്ടല്ലോ? സുഭദ്ര വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്ത പോലെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ ഭാര്യയെ ഞാൻ നന്നായി തന്നെ നോക്കും, അല്ലേ ഭാര്യ? ഒറ്റ കണ്ണിറുക്കി ഭൂമിയെ നോക്കി കാർത്തി ചോദിച്ചു. സുഭദ്രയും ബാലേന്ദ്രനും അത് കണ്ടല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് ചെറുതായി ചമ്മൽ വന്നു. അതിന് മറുപടിയായി കാർത്തിയെ നോക്കി ഒന്ന് കണ്ണുരുട്ടാനും അവൾ മറന്നില്ല. ഭൂമി മുകളിലേക്ക് പോ,
കുറച്ച് പഠിക്കാനുണ്ട്. കാർത്തി അത് പറഞ്ഞതും ഭൂമിയുടെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. കാർത്തികിനെ നോക്കുന്ന ഭൂമിയുടെ മുഖം അത്ര പന്തിയിൽ നിന്ന് കണ്ടതും സുഭദ്ര ഇടയ്ക്ക് കയറി. സമയം 7:30 ഇനി എന്തായാലും രാത്രി ഭക്ഷണം കഴിച്ചിട്ട് മതി പഠിപ്പൊക്കെ. അല്ലെങ്കിൽ തന്നെ ഒരു വക കഴിക്കില്ല. നുള്ളിപ്പെറുക്കി ഇരിക്കും ഈ പെണ്ണ്. ആകെ കൂടി ഇത്തിരിയേ ഉള്ളൂ. നീ വാ മോളെ, ഒന്ന് ഭക്ഷണം കഴിക്ക്. അതും പറഞ്ഞ് സുഭദ്ര ഭൂമിയുടെ കൈയും പിടിച്ച് ഡൈനിങ് ഹാളിലേക്ക് പോയി. അവർക്ക് പിന്നാലെ ബാലേന്ദ്രനും കാർത്തിക്കും ചെന്നു. രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടും മുറിയിലേക്ക് പോകാതെ അടുക്കളയിൽ ചുറ്റിക്കറങ്ങി നിൽക്കുവാണവൾ. മോളെ, വേറെന്തെങ്കിലും വേണോ? അവളുടെ ആ നിൽപ്പ് കാണിക്കെ സുഭദ്ര ചോദിച്ചു. ഏയ് വേണ്ടമ്മേ, അവൾ ചുമൽ കൂച്ചിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ മുകളിലേക്ക് പൊയ്ക്കോ. ഇനി പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ ഉറങ്ങാൻ? മനസ്സില്ലാ മനസ്സോടെ മുകളിലേക്ക് കയറി പോകുന്നവളെ ഒരു സംശയത്തോടെ സുഭദ്ര നോക്കി. അതേ ആലോചനയോടെയായിരുന്നു സുഭദ്ര ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നത്. ആ സമയം മുറിയിൽ ലാപ്പ് മടിയിൽ വെച്ചുകൊണ്ട് അതിലെന്തോ കാര്യമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാലേന്ദ്രൻ. നീ എന്താ സുഭദ്ര ആലോചിക്കുന്നത്? കുറേ നേരമായിട്ടും സുഭദ്ര ഒന്നും പറയാതെ കയ്യിലിരിക്കുന്ന വെള്ളവുമായിട്ട് എന്തോ ആലോചനയോടെ നിൽക്കുന്നത് കണ്ടതും ബാലേന്ദ്രൻ അവരോട് ചോദിച്ചു. ഏയ്, ഞാനൊന്നും ആലോചിച്ചില്ല. ഭൂമിമോൾ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. സുഭദ്ര ഒരു തമാശ പോലെ ബാലേന്ദ്രനോട് പറഞ്ഞു. കാർത്തിയുടെയും ഭൂമിയുടെയും കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ കാർത്തിക്ക് ഭൂമിയോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ അവരൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകില്ലെന്നാണ് സുഭദ്ര കരുതിയിരുന്നത്. പക്ഷേ കാർത്തി ഈ വിധം ഭൂമിയെ സ്നേഹിക്കുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ലെന്ന് അവർ ഭർത്താവിനോട് പറഞ്ഞു. എടോ, അവൻ എൻ്റെ മകനല്ലേ? അങ്ങനൊരു കുറവേ ഞാൻ നോക്കിയിട്ടവനുള്ളൂ. സുഭദ്ര ഒരു നെടുവീർപ്പോടെ പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. എനിക്കെന്താടോ ഒരു കുറവ്? ബാലേന്ദ്രൻ ഒരു പ്രത്യേക ടോണിൽ അത് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നതും സുഭദ്ര അയാളെ തള്ളി മാറ്റി. ദേ ബാലേട്ടാ, വഷളത്തരം പറയല്ലേ? അല്പസമയത്തിന് ശേഷം അവരുടെ കളിയും ചിരിയും ആ റൂമിൽ മുഴങ്ങി. എന്നാൽ അതേസമയം റൂമിൻ്റെ പുറത്ത് കാർത്തിക്കിനോടിനി എന്ത് കള്ളം പറയുമെന്ന് ആലോചന നിൽക്കുവാണ് ഭൂമി. കുറേ നേരമായി ഭൂമിയെ കാത്തിരിക്കുവാണ് കാർത്തി. സമയം ഏറെയായിട്ടും ഭൂമിയെ കാണാഞ്ഞതോടെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോൾ കാർത്തി കാണുന്നത് ഡോറിൻ്റെ സൈഡിൽ ചാരി ആലോചനയോടെ നിൽക്കുന്ന ഭൂമിയെയാണ്. ഇനിയെന്താ, താലപ്പൊലി വേണോ അകത്തേക്ക് കയറാൻ? കാർത്തി അത് ചോദിച്ചപ്പോൾ അവനെ ഒന്ന് നോക്കി മുഖം കൊട്ടിക്കൊണ്ട് അവൾ അകത്തേക്ക് കയറി വന്നു. മുറിയിലേക്ക് കയറിയ പാടെ കട്ടിലേക്ക് വീഴാൻ തുടങ്ങിയ അവളെ കണ്ട് അവൻ ചോദിച്ചു. തനിക്കൊന്നും പഠിക്കാനില്ലേ? ഉണ്ട്. പിന്നെന്താ കയറി കിടക്കുന്നത്? എഴുന്നേറ്റിരുന്ന് പഠിക്ക്. എനിക്കൊരു തലവേദന. ശരിക്കും? കട്ടിലിൽ കിടക്കുന്നവളുടെ അടുത്തേക്ക് വന്നിരുന്നു കാർത്തി. അവളുടെ നെറ്റിയിലേക്ക് കൈവച്ചു. ചൂടൊന്നുമില്ലല്ലോ. ചെറിയ വേദനയുണ്ട്. ദേ ഭൂമി, അടവെടുക്കല്ലേ. മര്യാദയ്ക്കിരുന്ന് പഠിക്കാൻ നോക്കാം. ഭാര്യ സെം എക്സാമിന് തോറ്റാൽ അതിൻ്റെ നാണക്കേട് എനിക്കാ. അവസാനം മനസ്സില്ലാ മനസ്സോടെ കട്ടിലിൽ ചടഞ്ഞു കൂടിയിരുന്നു പെണ്ണ്. ധാവണിയുടെ തുമ്പെടുത്ത് ഇടുപ്പിക്കുത്തി. ഒരു യുദ്ധത്തിന് പോകാൻ നിന്നതുപോലെയുള്ള ബാഗും പിടിച്ചുള്ള അവളുടെ നിൽപ്പ് കണ്ട് കാർത്തി അറിയാതെ ചിരി പൊട്ടി. സാർ എന്തിനാ ചിരിക്കുന്നേ? ഒന്നുമില്ല. ഇടുപ്പിലേക്ക് കുത്തിവെച്ച തുമ്പിനിടയിലൂടെ അവളുടെ വയറിൻ്റെ ഒരു ഭാഗം മുഴുവൻ വെളിവായിരുന്നു. അവളതൊന്നും അറിയുന്നേ ഇല്ലെന്ന് അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ കാർത്തിക്ക് മനസ്സിലായി. നീ പോയിരുന്ന് പഠിക്കാൻ നോക്ക്, വെറുതെ മനുഷ്യൻ്റെ കൺട്രോൾ കളയാതെ. ആദ്യം അല്പം സൗണ്ടിലും പിന്നുള്ളത് ചുണ്ടിനടിയിൽ വെച്ചും പിറുപിറുക്കുന്ന രീതിയിൽ അവൻ അവളെ നോക്കി പറഞ്ഞു. കുറേ നേരം അവൾ എന്തൊക്കെയോ ഇരുന്ന് എഴുതി. അത് കണ്ടുകൊണ്ടാണ് കാർത്തി നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴേക്കും തുറന്നു കിടന്ന ബാൽക്കണി വാതിലിലൂടെ തണുത്ത കാറ്റകത്തേക്ക് കയറുന്നുണ്ട്. ഭൂമി പഠിച്ചു കഴിഞ്ഞ് ഒതുക്കി വെക്കുന്നത് കണ്ടതും കാർത്തി അവളോട് പറഞ്ഞു. ഭൂമി, താൻ ആ ബാൽക്കണിയിൽ നിന്നുള്ള ഡോറൊന്ന് അടയ്ക്കുന്നു. തണുത്ത കാറ്റ് വീശുന്നുണ്ട്. രാത്രി ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുമുണ്ട്. ഭൂമി ഡോറടയ്ക്കാൻ പോയപ്പോൾ തന്നെ മഴത്തുള്ളികൾ ഒന്നിനു പിറകെ ഒന്നായി വീണു തുടങ്ങിയിരിക്കുന്നു. വീശിയടിക്കുന്ന കാറ്റിൽ മരച്ചില്ലകൾ ആടി ഉലയുന്നതും മഴ പെയ്യാൻ പോകുന്നതിൻ്റെ സൂചനയായി ഈയാമ്പാറ്റകൾ റോഡിന് മുൻപിലെ ലൈറ്റ് വെട്ടത്തിൽ
വട്ടം ചുറ്റുന്നതുമൊക്കെ നോക്കി നിന്നു അവൾ ഒരു നിമിഷം. കുറച്ചധികം നേരമായിട്ടും അവളെ അകത്തേക്ക് കാണാഞ്ഞായതോടെ കാർത്തി അവളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ബാൽക്കണിയുടെ റെയിലിങ്ങിൽ ചാരി മുറ്റത്തെ മഴ ആസ്വദിച്ചു നിൽക്കുന്നവളെ പിന്നിലൂടെ പുണർന്ന് കാർത്തി. പെട്ടെന്ന് അവൻ്റെ കൈയുടെ തണുപ്പ് വയറിൽ പതിഞ്ഞു. ഒന്ന് പിടഞ്ഞു പോയി ഭൂമി. അവൻ്റെ കൈകൾ തൻ്റെ വയറിൽ കുസൃതി കാട്ടുന്നതറിയെ ഭൂമിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ഇടയ്ക്കെപ്പോഴോ അവൻ്റെ അധരങ്ങൾ കഴുത്തിലേക്ക് അമർന്നതും അവൾ ഒന്ന് കുറുകി. അവൻ്റെ പല്ലുകൾ മെല്ലെ അവിടേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയതും പിടിച്ചിലോടെ അവനെ തള്ളി മാറ്റി ഭൂമി. പെട്ടെന്നാണ് കാർത്തിക്കിനും താൻ എന്താണ് ചെയ്യാൻ പോയത് എന്നുള്ള ബോധം വന്നത്. ഭൂമി കാർത്തിയെ നോക്കാനുള്ള മടികൊണ്ട് വേഗം വന്ന് കട്ടിലേക്ക് കിടന്നു. അവൾക്ക് പിന്നാലെ ബാൽക്കണി വാതിലും ലോക്ക് ചെയ്ത് കാർത്തിയും ഇറങ്ങി വന്നു. ശേഷം അവിടെ അരികിലേക്ക് വന്ന് കിടക്കുകയും ചെയ്തു. മുറിയിലെ ഇരുട്ടിൽ പരസ്പരം ഒന്നും സംസാരിക്കാതെ കിടക്കുകയാണവർ. അല്പം മുമ്പ് കാർത്തിയുടെ കൈ പതിഞ്ഞെടുത്ത് ഇപ്പോഴും അവൻ്റെ ഉള്ളം കൈയിലെ ചൂടുണ്ടെന്ന് അവൾക്ക് തോന്നി. ചുണ്ടിന് മുകളിൽ പതിഞ്ഞ വിയർപ്പ് കണങ്ങളെ തുടച്ചു മാറ്റിക്കൊണ്ട് കമിഴ്ന്ന് കിടന്നവൾ, ഭദ്രേ. കാർത്തി അവളുടെ അടുത്തേക്ക് നീങ്ങി വന്ന് ബെഡിൽ അഴിഞ്ഞു കിടന്ന അവളുടെ ചുരുൾമുടിയിലേക്ക് മുഖം പൂഴ്ത്തി. മുടിയിൽ പടർന്ന കാച്ചെണ്ണയുടെ മണം മുഴുവൻ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുന്നത് പോലെ അവനൊന്ന് ശ്വാസമെടുത്തു. അവൻ്റെ സാമീപ്യം അറിഞ്ഞതും തന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കും പോലെ ഭൂമിക്ക് തോന്നി. താളം തെറ്റി മിടിക്കുന്നവൻ അനുസരണയില്ലാത്ത ഹൃദയത്തെ ഒന്ന് വരുതിയിലാക്കുവാൻ അവൾ നന്നായി ശ്രമിച്ചു. ഒടുവിൽ പരാജയപ്പെട്ടു. ഭദ്രേ. അവൻ്റെ ശബ്ദം അത്രയും അടുത്തവൾ ഒന്ന് കേട്ടുപോയി. സർ പ്ലീസ്, എനിക്ക് ഉറക്കം വരുന്നു. പെട്ടെന്നാണ് ഭൂമി അത് പറഞ്ഞത്. എങ്കിൽ പറയും, എന്തിനാ പഠിക്കാനല്ലാതെ നീ ഇടയ്ക്കിടയ്ക്ക് സുമയ്യയുടെ വീട്ടിൽ പോയത്? ഞാൻ പറയാം. സത്യം പറയണം. അല്പം കനത്തോടെയുള്ള കാർത്തിയുടെ ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞതും ഇനി അവനെ കള്ളം പറഞ്ഞ് പറ്റിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി. കാർത്തി കൈയെത്തിച്ച് മുറിയിലെ ലൈറ്റിട്ടു. ഇനി പറയൂ, അവൻ ചോദിച്ചതും അവന് മുഖം കൊടുക്കാതെ ഭൂമി പറഞ്ഞു തുടങ്ങി. അന്നൊരു ദിവസം വീട്ടിലേക്ക് വരാനുള്ള ബസ് ക്യാഷ് കയ്യിലില്ലാതെ താൻ ബസ് സ്റ്റോപ്പിൽ നിന്നത് അന്നെനിക്ക് വല്ലാത്ത വിഷമായി. കാര്യം, എൻ്റെ അച്ഛൻ ഒരുപാട് പണമില്ലെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കൽ പോലും അങ്ങനെയൊരു സാഹചര്യത്തിൽ നിൽക്കാൻ എൻ്റെ അച്ഛൻ ഇടവരുത്തിയിട്ടില്ലായിരുന്നു. ഭൂമി അത് പറഞ്ഞത് കേട്ട് കാർത്തിക്ക് വല്ലാത്ത വിഷമം വന്നു. അത് അന്നത്തെ സാഹചര്യത്തിൽ കാർത്തി എന്തോ പറയാൻ തുടങ്ങി. അപ്പോഴേക്കും ഭൂമി അവനെ തടഞ്ഞു. ഞാൻ സാറിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നല്ലോ. അതിലിപ്പോൾ നമ്മൾ രണ്ടുപേരെയും കുറ്റം പറയാൻ ഒക്കില്ലല്ലോ. പക്ഷെ അന്ന് എനിക്കത് വല്ലാത്ത ഫീലായി. അപ്പോഴാണ് ഞാൻ സുമിയോട് എനിക്കൊരു ജോലി നോക്കണമെന്ന് പറഞ്ഞത്. ജോലിയോ? കാർത്തി ഭൂമിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പറഞ്ഞില്ലേ, അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു. പിന്നീട് ആ സുമി പറഞ്ഞേ, അവളുടെ ഇത്താത്തയുടെ മക്കൾ നാട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അവർക്കൊരു ട്യൂഷൻ ടീച്ചറിൻ്റെ ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ക്ലാസ് കഴിയുന്ന സമയത്ത് ഞാൻ സുമയുടെ കൂടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോകും. കൊള്ളാം. എന്തിനാണ് ഭൂമി എന്നോടിത് മറച്ചു വെച്ചത്? സാർ, പിന്നീട് അവിടെ ജോലിക്ക് പോകണ്ടെന്നെങ്ങാനും പറഞ്ഞാലോ എന്നോർത്തു. അതോർത്തിട്ടാ ഞാൻ സാറിനോട് സത്യം പറയാതിരുന്നത്. അതുകൊള്ളാം. വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്ന ഒരു അധ്യാപകനല്ലേ ഞാൻ. അപ്പോൾ നീ ഒരാൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്നത് ഞാൻ വിലക്കും തോന്നുന്നുണ്ടോ? പെട്ടെന്ന് കാർത്തി അങ്ങനെ ചോദിച്ചപ്പോൾ അതിനങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ഭൂമി ആലോചിച്ചതുപോലും. പരസ്പരം മനസ്സുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി രണ്ടുപേരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള രഹസ്യങ്ങളൊന്നും വേണ്ട, കേട്ടല്ലോ? അതിന് സാറിനെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് ആരാ പറഞ്ഞേ? പരസ്പരം ഇഷ്ടമായി എന്നുള്ളത് സാറിൻ്റെ വിശ്വാസമാണ്. 1 വർഷം കഴിഞ്ഞാൽ ഡിവോഴ്സ്. അത് കഴിഞ്ഞ് ഞാനിവിടുന്ന് കെട്ടും. പെട്ടെന്ന് ഭൂമി അത് പറഞ്ഞതും കാർത്തി അവളിലേക്ക് അടുത്തതും നിമി നേരത്തിനുള്ളിലായിരുന്നു. തുടരും. കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ സപ്പോർട്ട് തരണേ. ഉറപ്പായിട്ട് നിങ്ങൾ സപ്പോർട്ട് തരുമെന്നറിയാം. എങ്കിലും ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
അപ്പോൾ നാളെ വൈകുന്നേരം കാണാം.